വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വട്ട് പിടിക്കുന്നുണ്ട്, ലൈവ് കണ്ണോട്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബോറടി എന്ന് വെച്ചാൽ കട്ട ബോറടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലിന് ഒരു ടാസ്ക് കൊടുത്തു. പക്ഷെ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എല്ലാ സീസണിലും ഹോട്ടലിന് പറഞ്ഞ ടാസ്ക് കൊടുത്താലും അതിൽ വ്യക്തമായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഉള്ള ടാസ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയുന്നു, അത് ചെയ്തിട്ട് മിണ്ടാതിരിക്കുക. ഭ്രാന്ത് എന്ന് വെച്ചാൽ ലോക ഭ്രാന്ത് പോലെയാണ് ഇപ്രാവശ്യത്തെ ബി ഹോട്ടൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇച്ചിരി കണ്ടന്റ് തരുന്ന ഒരാള് ഒന്ന് ജിൻഡോ കുറച്ചെങ്കിലും കണ്ടന്റ് തരുന്നുണ്ട്, പിന്നെ നോറ തരുന്നുണ്ട്, പിന്നെ നമ്മുടെ സാബുമോൻ തന്നെയാണ് കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പും കൂടെ ഒരു വെടിക്കെട്ട് കണ്ടന്റ് ഇട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വെറുതെ നിൽക്കാണ്. അതിൽ റോബോട്ടിനെ വേഷം ഇട്ടിട്ടുള്ള ജാസ്മിൻ എന്തെന്നാ പറയേണ്ടത്, വെറും മൂളകള് പോലെ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ജാസ്മിനോട് ഒരു റോബോട്ടിനെ വെച്ചാൽ എന്താണ്, നിങ്ങളുടെ പേരെന്താ, എന്റെ പേര് ജാസ്മിൻ, ഇങ്ങനെയൊക്കെ ഒരു റോബോട്ടിക് സൗണ്ടിൽ ഉത്തരം കറക്റ്റ് ആയി പറയുകയും പറയുന്ന പണി കറക്റ്റ് ആയി ചെയ്യുകയും അങ്ങനെയല്ലേ റോബോട്ട് എന്ന് പറയുന്ന സാധനം. ഇത് എന്ത് റോബോട്ടാ, ഇത് ഭ്രാന്ത് പിടിച്ച റോബോട്ടാണോ? ഈ റോബോട്ടിനോട് പേരെന്തെന്ന് ചോദിച്ചാ എന്റെ പേര് സുമതി അല്ലേ, ആണോ, അങ്ങനെയല്ലേ, പാല് വേണോ അല്ലെങ്കിൽ ചായ വേണോ, നിങ്ങളുടെ വീട് എവിടെയാ, എന്റെ വീട് ആപ്പിൾ. ഇങ്ങനെ ആവശ്യമില്ലാത്ത, ലിങ്കില്ലാത്ത, ഒരു മാച്ചും ഇല്ലാത്ത പൊട്ട സാധനം പറഞ്ഞുകൊണ്ടിരിക്കാൻ റോബോട്ടിക് ആയിട്ടുള്ള ജാസ്മിന്റെ റോബോട്ടൊക്കെ അങ്ങനെയായിരിക്കും തോന്നുന്നു കേട്ടോ. ചോദിക്കുന്ന കാര്യത്തിന് ഇടക്ക് മുടക്കായിട്ട് ഉത്തരം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ഒരു ബട്ട് റോബോട്ടിന്റെ റോളാണ് ഇപ്പോ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബോർ സംഭവമാണ്. അതേ സമയത്ത് ശ്രീലേഖ ഭയങ്കര ആക്ടറാണല്ലോ. ഗാഞ്ചനയായിട്ട് എന്തൊക്കെയായിട്ടാണ് അഭിനയിക്കുന്നത്, അമ്മയായിട്ട് അഭിനയിക്കുന്നു, അപ്പനായിട്ട് അഭിനയിക്കുന്നു, പാകിസ്ഥാനായിട്ട് അഭിനയിക്കുന്നു, കൊച്ചിയായിട്ട് അഭിനയിക്കുന്നു, ഇങ്ങനെ പല റോള് വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ ശ്രീലേഖ എന്ന് പറഞ്ഞൊരു വ്യക്തി. എന്നിട്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പറഞ്ഞ ഊള സാധനം, എന്തോ ഒരു പ്രതിമ മാറി, ഒരു മാച്ചിങ്ങും ഇല്ല, ഒരു സംഭവം എന്താ ചെയ്യണ്ടേ, എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ചൈനീസ് പോലത്തെ ഒരു സംഭവം റോള് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ മിണ്ടുന്ന പോലെ ഇല്ല, ഇങ്ങനെ മ്യൂസിയം പഠിച്ച് ഇങ്ങനെ നിക്കല, ഒരു ഇതുമാതിരി ഒരു രസമില്ല ഈ പരിപാടി കണ്ടോണ്ടിരിക്കാൻ തന്നെ സത്യം പറയാം. പിന്നെ സിജോയ്ക്കാണെങ്കിൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിജോനെ വെച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഏത് ഹോട്ടലിൽ ചെന്ന് ഈ പൈസ കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്യിപ്പിച്ചാൽ ഇത്രയും ഒരു സെറ്റപ്പ് കിട്ടുമെന്ന് അറിയില്ല. അത്രമാത്രം നമ്മുടെ സാബ് എൻജോയ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് സിജോനെ മസാജ്. സിജോനെ കൊണ്ട് തല മസാജ് ചെയ്യിപ്പിക്കുന്നു, ഷോൾഡർ മസാജ് ചെയ്യിപ്പിക്കുന്നു. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഉള റോബോട്ടും അതുപോലെ തന്നെ വലിയ നൃത്തകരമായ വലിയൊരു സ്റ്റാർ, ഒരു ആക്ടർ ആയിട്ടുള്ള ശ്രീലേഖ അവിടെ അണ്ടിപൊഴിയ അണ്ണാനെ പോലെ അവിടെ ഇരിപ്പുണ്ട്. എന്തെന്നാ ഞാൻ പറയണ്ടേ, എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. ഇതുവരെ സ്വാതി ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടില്ല, കയറി ഉടനെ അതിനുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ലൈവ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ.